ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾക്ക് ശരിക്കും നമ്മൾക്ക് വേണ്ടി മാത്രമാണോ ജീവിക്കുന്നത്? നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും അത് നമ്മൾക്ക് വേണ്ടിയാണോ ചെയ്യുന്നത്? ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമ്മൾ ചെയ്യുന്ന നേരം വെളുത്ത് വൈകുന്നേരം വരെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾക്ക് വേണ്ടിയാണോ ചെയ്യുന്നത്, അതോ മറ്റുള്ളവർക്ക് വേണ്ടിയാണോ ചെയ്യുന്നത്? ഒട്ടുമിക്ക കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണ്. ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഒരു കാറ് മേടിക്കുന്നു, ഭയങ്കര വില കൂടിയ കാറ് മേടിക്കുന്നു. എന്തുകൊണ്ടാണ്? ആ കാറിൽ നമ്മൾ ചെന്ന് ഒരു സ്ഥലത്ത് നിൽക്കുക, അല്ലെങ്കിൽ ആ കാറ് നമ്മൾ മേടിച്ചതായിട്ട് ആൾക്കാർ അറിയുമ്പം അവരുടെ മനസ്സിൽ ഒരു നമ്മളെപ്പറ്റി ഇത്ര കാശുകാരനാണ് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും. അതിനുവേണ്ടിയാണ് നമ്മൾ ആ കാറ് മേടിക്കുന്നത്. ഓടിക്കാൻ ഏറ്റവും സുഖമുള്ള കാറ് നമ്മൾ മേടിച്ചു ഓടിക്കും. കാറ് ഓടിക്കാനുള്ളതാണല്ലോ. അപ്പം ആ കാറ് മേടിക്കുമ്പം ഓടിക്കാൻ ഏറ്റവും സുഖമുള്ള കാറ് നോക്കിയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ മേടിക്കേണ്ടത്. എന്നാലേ അത് നമ്മൾക്ക് വേണ്ടി മേടിക്കുന്നതാവുള്ളൂ. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മേടിക്കണമെങ്കിൽ എന്താ പറ്റുക? നമ്മൾ വില കൂടിയ കാറ് അല്ലെങ്കിൽ മറ്റുള്ള ഡിമാൻഡുള്ള കാറ്, അവനാ വണ്ടി മേടിച്ചു, ഇവനീ വണ്ടി മേടിച്ചു എന്ന് പറയാൻ വേണ്ടി. സോ നമ്മൾ ആ പ്രവൃത്തി ചെയ്യുന്നത് എന്തിനാ? മറ്റുള്ളവരെ കാണിക്കാൻ. അതുപോലെ തന്നെ ഒരു വീട് മേടിക്കുന്നു, ഭയങ്കര അടിപൊളി വീട്, നമ്മൾ ഒരുപാട് പൈസ മുടക്കി ഒരു വീട് റെഡിയാക്കുന്നു. എന്നിട്ട് അതിൻ്റെ പെരവാസ്തുലി നടത്തുന്നു. മറ്റുള്ളവരെല്ലാം വിളിച്ചു കൂട്ടി ഒരു പെരവാസ്തുലി നടത്തുന്നു. എന്തിനാ? മറ്റുള്ളവരെ കാണിക്കാൻ. അതിനകത്ത് ഒരു മുറിയും ഒരു ബാത്റൂമും ഇതൊക്കെ മതി നമുക്ക് ശരിക്കും പറഞ്ഞാൽ. നമ്മുടെ വ്യൂഹത്തിൽ നമുക്ക് താമസിക്കാൻ വേണ്ടി ഒരു വീടാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു മുറിയും അതിനകത്തൊരു ബാത്റൂമും അതിൻ്റേതായ കാര്യങ്ങൾ, അടുക്കള, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ മതി. അപ്പം നമ്മൾ ചെയ്യുന്ന അതെന്തിനാ? മറ്റുള്ളവരെ കാണിക്കാൻ. വലിയ കൊട്ടാരം പോലത്തെ വീട് പണിയുക, അല്ലെങ്കിൽ നമുക്ക് ഒതുങ്ങാത്ത രീതിയിലുള്ള ലോൺ മേടിച്ച് വീട് പണിയുക. ഇതൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? മറ്റുള്ളവരെ കാണിക്കാൻ. മറ്റുള്ളവരുടെ കണ്ണിൽ നമ്മളിങ്ങനെയാണ്, മറ്റുള്ളവരെന്നെപ്പറ്റി വലിയ കാര്യം പറയുക. ഇതിനു വേണ്ടിയാണ് നമ്മളത് ചെയ്യുന്നത്. നമ്മുടെ ഓരോ ആക്ഷൻസും, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഈ ലോകത്തിലെടുത്ത് നോക്കുക, എല്ലാം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ ആളുകൾ ഡ്രസ്സ് മേടിക്കുന്നു. ഒരാളുടെ കല്യാണം, ഒരു ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ കൂടുന്ന ഒരു സ്ഥലം എന്നാണ് ഉദ്ദേശിക്കുന്നവർ. കുറേ ആൾക്കാർ കൂടുന്ന ഒരു സ്ഥലം. അവിടെ പോകുമ്പോൾ അവർ നല്ല അടിപൊളി ഒരു ഡ്രസ്സ് മേടിക്കുന്നു. 10,000-ൻ്റെ 20,000-ൻ്റെ സാരി, 30,000-ൻ്റെ സാരി, ഇവൻ 1,00,000 രൂപയുടെ സാരി വരെ മേടിക്കും. വളയും കമ്മലും മാലയും സ്വർണവും ഒക്കെ ഇട്ടിട്ട് നമ്മളവിടെ പോകും. എന്തിനാ? മറ്റുള്ളവരെ കാണിക്കാൻ. നമുക്ക് വസ്ത്രം എന്ന് പറയുന്നത്, നമുക്ക് ഇടുമ്പോൾ ഒരു സുഖമുള്ളൊരു വസ്ത്രം മേടിക്കാൻ അത്ര വലിയ പൈസ ഒന്നും ആവില്ല. നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ വസ്ത്രം മേടിക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? വളരെ സിമ്പിളായിട്ടൊരു ഡ്രസ്സ് നമ്മൾ മേടിക്കുള്ളൂ, ഇടാൻ സുഖമുള്ളത്, ചൂടെടുക്കാത്തൊരു വസ്ത്രം. അതേ സമയത്ത് മനുഷ്യൻ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഈ കൂടുതലും ഒറ്റമിക്ക പരിപാടികളും, ഈ ഒരുപാട് ആൾക്കാർ കൂടുന്നിടത്ത് പോകുക എന്നുള്ള ഉദ്ദേശം തന്നെ നമ്മളെ അവരുടെ അടുത്ത് പ്രദർശിപ്പിക്കുക. നമ്മളവിടുത്തെ ചെല്ലുമ്പോൾ, ഉള്ളല്ലോ, ഇതെവിടെ നിന്ന് മേടിച്ച്, നീ ഈ സാരി എവിടെ നിന്ന് മേടിച്ച്, നീ ഷർട്ട് എവിടെ നിന്ന് മേടിച്ച്, വാച്ച് എവിടെ നിന്ന് മേടിച്ച്, ഇതൊക്കെ മറ്റുള്ളവർ ചോദിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. സോ നമ്മളാ പ്രവൃത്തി ചെയ്യുന്നത് എന്തിനാ? മറ്റുള്ളവരെ കാണിക്കാൻ, നമുക്ക് വേണ്ടിയല്ല. ഈ ലോകത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് വേണ്ടിയല്ല ചെയ്യുന്നത്, മറ്റുള്ളവരെ കാണിക്കാൻ. മറ്റുള്ളവരിപ്പോൾ കണ്ടിട്ട്
നീ നല്ലവനാണ് അല്ലെങ്കിൽ നിനക്ക് ഒരുപാട് പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് യാതൊരു ബെനിഫിറ്റും ഉണ്ടാകുമ്പോൾ. അതുപോലെ തന്നെ ഇപ്പോൾ വേറൊരു ഹരം വന്നിട്ടുണ്ട്, ഭക്ഷണം കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ പല പല ഹോട്ടൽസിൽ പോയി ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, അല്ലെങ്കിൽ നിറവും പച്ചയും ചുമപ്പും ഒക്കെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം. ഇതെന്താ ആൾക്കാർ ചെയ്യണമെന്നറിയോ? ആ ഹോട്ടലിൽ പോവുക, ഉടനെ അതിൻ്റെ ഫോട്ടോ എടുക്കുക, എല്ലാം ഇൻസ്റ്റാഗ്രാമിനകത്ത് ഇടാൻ വേണ്ടിയാണ്. ഇൻസ്റ്റാഗ്രാമിനകത്ത് അല്ലെങ്കിൽ യൂട്യൂബിനകത്ത് ഇടാൻ വേണ്ടിയാണ് ഈ ഭക്ഷണം കഴിക്കുന്നത്. ഫോട്ടോ എടുത്ത് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പേ ഫോട്ടോ എടുക്കും, അല്ലെങ്കിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ഫോട്ടോ എടുക്കും. എന്തിനാ? മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി. അല്ല, അവനോൻ കഴിച്ച് ചില രുചികരമായ സാധനം അവനോൻ സ്വന്തമായിട്ട് കഴിക്കാൻ വേണ്ടിയല്ല. നമുക്ക് സ്വന്തമായിട്ട് കഴിക്കാനാണെങ്കിൽ വളരെ രുചികരമായിട്ടുള്ള സാധനം നോക്കി നമ്മൾ കഴിക്കും, നമ്മൾ സ്വന്തം ഇഷ്ടത്തിനാണെങ്കിൽ. അതിനാരും ഫോട്ടോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിനകത്ത് ഇടില്ല. അപ്പോൾ ആക്ച്വലി എന്തിനാണ് ഇവർ ഈ വലിയ വലിയ ഹോട്ടൽസിൽ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്സിൽ അല്ലെങ്കിൽ ഭയങ്കര ഭംഗിയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ഫോട്ടോ എടുത്തിട്ടിടുന്നത്? അപ്പോൾ അവരാ ചെയ്യുന്ന ആക്ഷൻ ഫുഡ് കഴിക്കാനല്ല, അവർ ഫുഡ് കഴിക്കുന്നതിലുള്ള സ്വന്തമായിട്ടുള്ള ആനന്ദം അല്ല അവർ നോക്കുന്നത്. ഇന്ന സ്ഥലത്ത് പോയി ഞാൻ കഴിച്ചു, അല്ലെങ്കിൽ ഇന്ന ഭക്ഷണം കഴിച്ചു എന്ന് മറ്റുള്ളവരെ കാണിക്കാൻ, മറ്റുള്ളവരുടെ മനസ്സിൽ നമ്മളെപ്പറ്റി ഒരു ഇതുണ്ടാക്കുക. ഈ ലോകത്ത് എത്ര ആളുകളുടെ മനസ്സിൽ നമ്മൾ വലിയ ആളാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് യാതൊരു ബെനിഫിറ്റും ഇല്ല. നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിന് നമുക്ക് സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. ഒരിക്കലും മറ്റുള്ളവരെ കാണിക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മൾ നല്ലതെന്ന് പറയുമ്പം നമുക്ക് സന്തോഷമുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് യാതൊരു ബെനിഫിറ്റും ഇല്ല. പൊതുജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ണാടി പോലെ. ഇപ്പം എന്താ ആ കണ്ണാടി നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവരത് പറയും, അത്രേ ഉള്ളൂ. അല്ല, അതൊന്നും ലാസ്റ്റ് ചെയ്യത്തുമില്ല. ഇപ്പോൾ ഒരു ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഇടുമ്പോൾ ഓക്കെ കൊള്ളാം, അടുത്ത ദിവസം വേറൊരു സംഭവം നമ്മളെപ്പറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ ആ പണി കഴിഞ്ഞു. എല്ലാ കാര്യങ്ങളും ഓരോരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന നേരം വെളുത്ത് വൈകുന്നേരം വരെ ചെയ്യുന്ന കാര്യങ്ങൾ എടുത്ത് നോക്കുക, എല്ലാം മറ്റുള്ളവരെ കാണിക്കും. മുഖത്ത് മുഴുവൻ പൊട്ടിയടിച്ച് പെയിൻ്റ് അടിച്ച് ഭംഗി വരുത്തി ഭയങ്കരമായ വസ്ത്രങ്ങളും ഇട്ട് ഒരു സ്ഥലത്ത് ഒരുങ്ങി ചമഞ്ഞ് ചെല്ലുന്ന എന്തിനാ? മറ്റുള്ളവരെ കാണിക്കാൻ. നമുക്കതുകൊണ്ട് യാതൊരു ബെനിഫിറ്റും ഇല്ല. 3000-4000 രൂപയുടെ ക്രീം മേടിച്ച് തേക്കുക, മുഖം ഭംഗിയാക്കുക, എന്താ ബെനിഫിറ്റ്? അപ്പം നമ്മൾ ചിന്തിക്കുക, നമ്മൾ ചെയ്യുന്ന നേരം വെളുത്ത് വൈകുന്നേരം വരെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? മറ്റുള്ളവർക്ക് വേണ്ടി. അപ്പോൾ ഇന്ന് തൊട്ട് അതൊന്ന് സ്റ്റോപ്പ് ചെയ്ത് നോക്കുക. എന്നിട്ട് സ്വന്തം ഇഷ്ടത്തിനുള്ള കാര്യങ്ങൾ ചെയ്യുക, സ്വന്തമായിട്ട്. ഇതൊന്നും മറ്റുള്ളവരെ കാണിക്കാനല്ലാത്ത ഓരോ കാര്യങ്ങൾ നമുക്ക് സ്വന്തം ഇഷ്ടത്തിന് സ്വന്തം ആവശ്യത്തിന് വേണ്ടി ചെയ്യുക. ഓക്കെ.